ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിലുള്ള കോണ്ടാക്ട്സ് ഇതെങ്ങനെ നമ്മുടെ ഐഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇതിനായി നമുക്ക് വേണ്ടത് ആൻഡ്രോയിഡ് ഫോൺ, iOS ഫോൺ, അതുപോലെ ഒരു PC അല്ലെങ്കിൽ മാക്ബുക്ക് എല്ലാമാണ്. അപ്പോൾ എങ്ങനെയാണ് ആൻഡ്രോയിഡ് ഡിവൈസിലുള്ള നമ്മുടെ കോണ്ടാക്ട്സ് ഐഫോണിലേക്ക് മാറ്റുന്നത് എന്ന് നോക്കാം. ഇതിനായി ആദ്യം നമ്മൾ നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺ എടുക്കുക. അതിനുശേഷം ആൻഡ്രോയിഡ് ഫോണിൻ്റെ സെറ്റിംഗ്സ് എന്നതിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതായത് അക്കൗണ്ട്സ് ആൻഡ് സിങ്കർണൈസ് എന്നൊരു ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. ഇത് ഓരോ ആൻഡ്രോയിഡ് വേർഷൻ അനുസരിച്ചും ഈ ഓപ്ഷൻ പല ഭാഗത്തേക്ക് ചേഞ്ചസ് എല്ലാം ഉണ്ടാകാം. എന്നാൽ ബേസിക്കലി ഇത് ഒരുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിനുശേഷം നമ്മൾ ആൻഡ്രോയിഡ് ഫോണിൽ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ ഈ ഒരു മോർ എന്നൊരു ഓപ്ഷൻ ഈ ഒരു ഫോണിൽ വന്നിട്ടുണ്ട്. ഇവിടെ സിങ്കർണൈസ് നൗ എന്നൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ സിങ്ക് നൗ എന്നതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഇത്തരത്തിൽ ചെയ്യുന്നത് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിലുള്ള എല്ലാ കോണ്ടാക്ട്സും ഇത് നമുക്ക് ഗൂഗിൾ അക്കൗണ്ടുമായി സിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ ഫോണിലുള്ള എല്ലാ കോണ്ടാക്ട്സും നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിലേക്ക് മാറ്റാൻ സാധിക്കും. ഇത്തരത്തിൽ എല്ലാ കോണ്ടാക്ട്സും നമ്മൾ സിങ്കർണൈസ് ചെയ്തതിന് ശേഷം നമുക്ക് ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്ത് ഇവിടെ നമുക്ക് ഗൂഗിളിൽ പോയതിനു ശേഷം contacts.google.com എന്നതിൽ പോകാം. ഇത്തരത്തിൽ നമ്മൾ ഇവിടെ contacts.google.com എന്നതിൽ സൈൻ ഇൻ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്ന ID പാസ്വേഡ് വെച്ച് വേണം നമ്മൾ ഇത് സൈൻ ഇൻ ചെയ്യാൻ. ഇത്തരത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു കോണ്ടാക്ട്സ് എന്നൊരു ഓപ്ഷൻ കിട്ടും. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ വന്നിരിക്കുന്ന എല്ലാ കോണ്ടാക്ട്സും ഇപ്പോൾ ഇതിലേക്ക് ആഡ് ആയിരിക്കുന്നത് കാണാം. ഇപ്പോൾ ഇവിടെ 1063 കോണ്ടാക്ട്സ് എന്ന് കാണിക്കുന്നുണ്ട്. അതായത് എൻ്റെ ആൻഡ്രോയിഡ് ഫോണിലുള്ള 1063 കോണ്ടാക്ട്സ് ഇപ്പോൾ ഇതിലേക്ക് ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 1063 കോണ്ടാക്ട്സ് ഇത് നമുക്ക് എങ്ങനെയാണ് iOSലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിനായി നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതായത് ഇവിടെ വന്നിരിക്കുന്ന ഒരു കോണ്ടാക്റ്റ് ആദ്യം സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ മുകളിൽ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാം. ഇവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ വന്നിട്ടുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഓൾ എന്നത് സെലക്ട് ചെയ്യുക. അതായത് നമ്മുടെ എല്ലാ കോണ്ടാക്ട്സും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിനാൽ തന്നെ ഞാൻ ഇത് സെലക്ട് ചെയ്തു. ഇപ്പോൾ എല്ലാ കോണ്ടാക്ട്സും താഴേക്ക് ടിക്ക് മാർക്ക് വന്ന് സെലക്ട് ആയിരിക്കുന്നത് കാണാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം എക്സ്പോർട്ട് എന്ന് കൊടുക്കുക. അതായത് 1063 നമ്മുടെ കോണ്ടാക്ട്സും നമ്മൾ എക്സ്പോർട്ട് ചെയ്യുകയാണ്. ഇത്തരത്തിൽ എക്സ്പോർട്ട് എന്ന് കൊടുക്കുമ്പോൾ ഇവിടെ താഴെയായി നമുക്ക് വി കാർഡ് ഫോർ iOS കോണ്ടാക്ട്സ് എന്ന് കാണാം. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം എക്സ്പോർട്ട് എന്ന് കൊടുക്കാം. ഇപ്പോൾ ഇത് contacts.vcf എന്ന പേരിൽ എക്സ്പോർട്ട് ആയിട്ടുണ്ട്. ഡൗൺലോഡ്സിലാണ് ഇത് നമുക്ക് എക്സ്പോർട്ടായി കാണാൻ സാധിക്കുക. ഇനി നമുക്ക് ഇപ്പോൾ ഈ എക്സ്പോർട്ട് ചെയ്തിരിക്കുന്ന 1063 കോണ്ടാക്ട്സ് ഇത് നമുക്ക് നമ്മുടെ iOSലേക്ക് ആഡ് ചെയ്യണം. ഇതിനായി നമ്മൾ യൂസ് ചെയ്യുന്നത് iCloud ആണ്. അതായത് നമ്മൾ iOS ലോഗിൻ ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണിത്. അപ്പോൾ ഇത്തരത്തിൽ ഞാൻ എൻ്റെ iOSൻ്റെ പാസ്വേഡ് ID എല്ലാം കൊടുത്ത് iCloudൽ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഈ ഹോം പേജാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ പോകേണ്ടത് ഇവിടെ കോണ്ടാക്ട്സ് എന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ നിലവിൽ എനിക്ക് കുറേ കോണ്ടാക്ട്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ഓൾറെഡി എൻ്റെ ഐഫോണിലുള്ള കോണ്ടാക്ട്സ് ആണ്. അതിനാൽ തന്നെ ഞാൻ ഇവിടെ ഈ ഭാഗം ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എത്തരത്തിലാണ് ഇത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് എന്ന് നോക്കാം. അതിനായി നമുക്ക് ഇവിടെ താഴെ ഒരു സെറ്റിംഗ് ഐക്കൺ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇമ്പോർട്ട് വി കാർഡ് എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി എവിടെയാണ് നമ്മൾ contacts.google.comൽ നിന്നും എക്സ്പോർട്ട് ചെയ്ത് വച്ചിരിക്കുന്ന നമ്മുടെ കോണ്ടാക്ട്സ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഡൗൺലോഡ്സ് എന്നതിലാണ് നമ്മൾ അത് എക്സ്പോർട്ട് ചെയ്ത് വച്ചിരുന്നത്. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കോണ്ടാക്ട്സ് എന്ന് കാണാം. അപ്പോൾ ഇത് സെലക്ട് ചെയ്ത് നമുക്ക് ഓപ്പൺ എന്ന് കൊടുക്കാം. ഇപ്പോൾ ഇമ്പോർട്ടിംഗ് എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്.
അതിനാൽ തന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ എല്ലാ കോണ്ടാക്ട്സും ഇപ്പോൾ iOSലേക്ക് ആഡ് ആയിരിക്കുന്നത് കാണാം. ഇനി ഇത് നമ്മുടെ ഐഫോണിൽ കാണുന്നതിന് നമ്മൾ ഐഫോണിൽ ഒരു സെറ്റിങ്സ് എല്ലാം ചെയ്യേണ്ടതുണ്ട്. അതായത് നമ്മൾ ഐഫോണിലെ സെറ്റിങ്സിൽ പോയതിന് ശേഷം ഇവിടെ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ iCloud എന്നൊരു ഓപ്ഷൻ കാണാം, ഇതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ ഷോ ഓൾ എന്ന ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കോണ്ടാക്ട്സ് എന്നൊരു ഓപ്ഷൻ ഇവിടെ താഴെ വന്നിരിക്കുന്നത് കാണാം. ഇത്തരത്തിൽ ഇവിടെ വന്നിരിക്കുന്ന ഈ കോണ്ടാക്ട്സ് എന്നത് എനേബിൾ ചെയ്തു വെക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു കോണ്ടാക്ട്സ് എല്ലാം നമ്മുടെ കോണ്ടാക്ട് ലിസ്റ്റിൽ കാണാൻ സാധിക്കുക. ഇത് എനേബിൾ ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കോണ്ടാക്ട്സ് എന്നതിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കോണ്ടാക്ട്സ് എല്ലാം ഇതിലേക്ക് ആഡ് ആയിരിക്കുന്നത് കാണാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്